ആകാശവാണി. നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 18% കുറയ്ക്കുന്നതിന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സംഭാഷണത്തെ തുടർന്നാണ് ചരിത്രപരമായ പ്രഖ്യാപനമുണ്ടായത്. 140 കോടി ജനതയുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകളും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നും പരസ്പര പ്രയോജനകരമായ സഹകരണത്തിലുള്ള നിരവധി അവസരങ്ങൾ തുറന്നു നൽകുമെന്നും ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യക്കും അമേരിക്കയ്ക്കുമിടയിലെ മനോഹര ബന്ധം ഇനിയും ശക്തിപ്പെടുത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കരാർ ഇന്ത്യ അമേരിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അഭൂതപൂർവമായ ഉയരങ്ങളിലെത്തുമെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സാമ്പത്തിക ബന്ധം കൂടുതൽ ഉയരത്തിലെത്തിക്കാൻ കരാർ സഹായകമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗണ്യമായി കുറച്ച ഇറക്കുമതി തീരുവ ശക്തമായ വ്യാപാര ബന്ധത്തിനും പരസ്പര വളർച്ചയ്ക്കും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കരാർ ഇന്ത്യ US വ്യാപാര ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്നും പരസ്പര വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. കരാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇരു രാജ്യങ്ങളിലും വളർച്ച, നവീന ആശയങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ശക്തിപ്പെടുത്താൻ കരാർ സഹായകമാകുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കരാറിനെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും സ്വാഗതം ചെയ്തു. രണ്ട് സമാന ചിന്താഗതിക്കാരായ ജനാധിപത്യ രാജ്യങ്ങളുടെ ശക്തിയെ കരാർ പ്രതിഫലിപ്പിക്കുന്നതായി ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കർഷകർ, MSMEകൾ, സംരംഭകർ, തൊഴിലാളികൾ എന്നിവർക്ക് ഇത് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ത്യയുടെ ദേശീയ താൽപര്യത്തിന് മുൻതൂക്കം നൽകുന്നതാണെന്ന് കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കാർഷിക ക്ഷീര മേഖലകളുടെ ഉൾപ്പെടെ ഉന്നമനം കരാർ ഉറപ്പാക്കുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ലോകോത്തര സാങ്കേതിക വിദ്യകൾ നേടുന്നതിന് കരാർ അവസരമൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാര കരാറിന്റെ അന്തിമ വിശദാംശങ്ങൾ സംബന്ധിച്ച ഇന്ത്യ US സംയുക്ത പ്രസ്താവന ഉടൻ പുറത്തിറക്കുമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കരാർ ചെറുകിട ഇടത്തരം വ്യവസായികൾക്കും MSMEകൾക്കും വ്യവസായ പ്രമുഖർക്കും വിദഗ്ധ തൊഴിലാളികൾക്കും മറ്റ് വ്യവസായ മേഖലകൾക്കും പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. लघु और मध्यम उद्यमी, MSMEs, उद्यमियों, कुशल श्रमिकों और उद्योग के लिए नए अवसर खोलेगी. उन्नत प्रौद्योगिकियों तक पहुंच का सुगम बनाएगी और भारत के मेक इन इंडिया फॉर द वर्ल्ड, डिजाइन इन इंडिया फॉर द वर्ल्ड और इनोवेट इन इंडिया फॉर द वर्ल्ड के दृष्टिकोण को साकार करने में सहायक होगी. यह ऐतिहासिक ढांचागत समझौता भारत अमेरिका संबंधों को मजबूत करने और विकसित भारत 2047 की दिशा में हमारी यात्रा को आगे बढ़ाने की दिशा में एक महत्वपूर्ण कदम है और यह दुनिया के दो सबसे बड़े लोकतांत्रिक देशों के बीच मजबूत जुड़ाव को भी दर्शाता है. ഇന്ത്യയുടെ വളർച്ചയെയും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ലോകോത്തര സാങ്കേതിക വിദ്യകൾ നേടുന്നതിനുള്ള അവസരങ്ങൾ കരാർ തുറന്നു തരുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. India's demand is continuously increasing. Our demand for ICT products, our demand for data center equipment, our demand for high quality technology and innovation, our demand for raw materials is continuously rising. And in that situation, this deal also opens up opportunities for India to get the best in class, world class technologies to further power the India growth story, the Indian economy.
കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, അശ്വനി വൈഷ്ണവ് എന്നിവരും കരാറിനെ അഭിനന്ദിച്ചു. വ്യാപാര കരാർ ഇരു കൂട്ടർക്കും ഗുണകരമാകുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. സമാധാനത്തിനും വികസനത്തിനുമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്കും യുഎസിനും വലിയ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയും അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളും സ്വാഭാവിക പങ്കാളികളുമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം കൂടുതൽ കരുത്താർജിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 39 डेवलप कंट्रीज के साथ जो डील हुए हैं वो इस चीज को दर्शाता है कि प्रधानमंत्री जी के नेतृत्व में आज जो डेवलप कंट्रीज है सब लोग भारत के साथ तालमेल करके एक साथ काम करना चाहते हैं, पार्टनरशिप में काम करना चाहते हैं. इससे हमारे आम लोगों का जिंदगी में बहुत फायदा होने वाला है. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നിർമ്മാണ മേഖലയിലെ ഇന്ത്യൻ മത്സരക്ഷമതയും വ്യാപാരവും വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് शेखावत വ്യക്തമാക്കി. प्रधानमंत्री जी और अमेरिका के सम्मानीय राष्ट्रपति जी के बीच में हुई वार्ता के बाद भारत में अमेरिका के साथ व्यापार को लेकर के जिस तरह का परिदृश्य बना हुआ था, जो संशय के बादल थे, एकाएक वो छटे और भारत एक बार फिर कॉम्पिटिटिव एक्सपोर्ट की जगत में एक अपर एज लेकर के सामने आके खड़ा हुआ है. निश्चित रूप से उसके चलते हुए भारत में मैन्युफैक्चरिंग की गतिविधियों को और अधिक गति भी मिलेगी, बल भी मिलेगा और अधिक स्कोप भी बढ़ेगा. കരാർ ചരിത്രപരമെന്ന് രാജ്യസഭാ എംപിയും മുൻ വിദേശകാര്യ സെക്രട്ടറിയുമായ ഹർഷവർദ്ധൻ ശ്രിംഗ്ല അഭിപ്രായപ്പെട്ടു. It's a historical agreement in a sense that today we have got possibly the best deal that any country has got with the United States, which is our largest trading partner. At an 18% market access rate, we are better than all of our competitors, whether it's China, Vietnam, Indonesia, Bangladesh, Pakistan. 18% is a better rate of market access for all of them. So from that perspective, I think this is a very good deal. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും നേതൃത്വത്തിൽ രൂപപ്പെട്ട പങ്കാളിത്തത്തിന്റെ വലിയ വിജയമാണ് ഇന്ത്യ യുഎസ് വ്യാപാര കരാറെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര പറഞ്ഞു. ഈ വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലെയും സമ്പദ് വ്യവസ്ഥകൾക്കും ജനങ്ങൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ സുഹൃത്തായാണ് കണക്കാക്കുന്നതെന്ന് ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞു. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാറിൽ താൻ അതീവ സന്തുഷ്ടനാണെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് പരിധിയില്ലാത്ത സാധ്യതകളാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്ന വിപണി വീണ്ടും തുറന്നു കിട്ടുന്നത് തമിഴ്നാട്ടിലെയും ഗുജറാത്തിലെയും ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഗുണകരമാകും. നിരവധി പേർ ജോലി ചെയ്യുന്ന ഈ മേഖല ഇനിയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ ചരിത്രപരമെന്ന് നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ ആകാശവാണിയോട് പറഞ്ഞു. കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ യുഎസുമായിട്ടുള്ള ഒരു കരാർ കുറെ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമ്മുടെ കോമേഴ്സ് ട്രേഡ് എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമമായിരുന്നു. പക്ഷേ അത് പല പ്രശ്നങ്ങളിലേക്കും നയിച്ചു. ഒരു ടാരിഫ് വാർ തന്നെ പ്രസിഡന്റ് ട്രംപ് ലോകത്തിനെ ആകെ കുഴപ്പത്തിലാക്കി. അപ്പോൾ അങ്ങനെ ഓരോ കാര്യം വരുമ്പോഴും ടാരിഫ് ഇങ്ങനെ കൂട്ടുക, അങ്ങനെ കൂടുതൽ ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിന് വഷളാവുകയും ചെയ്തു. അത് മറ്റ് കാര്യങ്ങളിലേക്കും കൂടി വ്യാപിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ടാരിഫ് വാർ നിർത്തുക എന്നുള്ളതായിരുന്നു അതിനുള്ള മാർഗം. ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോമേഴ്സ് മിനിസ്റ്ററും അവരുടെ കൺസേൺ ഓഫീസേഴ്സും ഒക്കെ ആയിട്ട് ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വിശേഷിച്ചും അഗ്രികൾച്ചർ ഗുഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഇളവും നൽകാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല വാർത്തകളും അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളിലുള്ള വിള്ളലുകളിന്റെ ലക്ഷണങ്ങളും ഒക്കെ കാണാനുണ്ടായിരുന്നു. ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ ഏറ്റവും മോശമായ തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഈ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് പരിഹരിക്കപ്പെടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് എഗ്രിമെന്റ് അനൗൺസ് ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന എഗ്രിമെന്റ് തീർച്ചയായിട്ടും രണ്ടു കൂട്ടർക്കും സ്വീകാര്യമാണ്.
എന്തായാലും ഇപ്പോൾ ഒരു ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനം ഉണ്ടാകും. ഇന്ത്യ അമേരിക്കൻ രാഷ്ട്രീയ ബന്ധങ്ങളും മെച്ചപ്പെടുമെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കും തീരുവ ഇളവ് ആശ്വാസകരമാണ്. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യങ്ങൾ അമേരിക്കൻ വിപണികളിൽ എത്തുന്നത് ഗ്രാമീണ മത്സ്യബന്ധന മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് ബിബു പുന്നൂരാൻ ആകാശവാണിയോട്. The India-US trade deal that was announced earlier this month is a great boost both for India and US in terms of the fact that it is benefiting both countries. The Indian industries that were levied 50% tariffs are going to have a great relief on their exports to the US, especially industries like textiles, jewelry, pharmaceuticals, etc. And for India, it's a boost to the Made in India initiative, which will help towards a 500 billion trade goal by 2030, which we had set. The US, on the other hand, is securing a stronger strategic partner like India. The other side of the story is that we will be buying more energy, technology, and agricultural products from the US. The only flip side to this perhaps could be that the Indian markets should not be flooded with US agricultural products in the long run. Apart from this is a great boost for the Indian economy, for the Indian exports especially, as US happens to be one of the largest importers of most of the Indian services as well as products. Let's hope that this particular trade deal is going to be beneficial for both the countries. ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% കുറയ്ക്കാൻ US തീരുമാനിച്ചത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉത്തേജകമാകുമെന്ന് പ്രത്യാശിക്കാം. യൂറോപ്യൻ യൂണിയനുമായി അടുത്തിടെ ഒപ്പിട്ട വ്യാപാര കരാറിന് ശേഷമുള്ള ഈ ചരിത്ര നേട്ടം ഇന്ത്യക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നത്. പ്രതിസന്ധി കാലത്ത് പുതിയ വിപണികൾ കണ്ടെത്താനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ശ്രമങ്ങൾ ഇന്ത്യൻ വിപണികൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യുഎസിലെ പരമ്പരാഗത വിപണി തിരിച്ചുകിട്ടിയെന്ന് മാത്രമല്ല, ഇതിനൊപ്പം കണ്ടെത്തിയ വിപണികളിലേക്കും കയറ്റുമതി നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ കയറ്റുമതി എതിരാളികളായ ചൈന, ബംഗ്ലാദേശ്, വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ താഴ്ന്ന തീരുവയാണ് ഇനി ഇന്ത്യക്ക് വരിക. കയറ്റുമതി കേന്ദ്രീകൃതമായ ഇന്ത്യൻ കമ്പനികൾക്കും IT, ഫാർമ മേഖലകൾക്കും കരാർ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പ്രത്യാശിക്കാം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം നിരഞ്ജന.